നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ക്ഷാമം ഇല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്വതന്ത്രരെ പരീക്ഷിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്ന കാര്യം CPI മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് PP സുനീർ MP. അതേസമയം നാളെ നിലമ്പൂരിൽ നടത്താനിരുന്ന അടിയന്തര യോഗം തൃണമൂൽ കോൺഗ്രസ് മാറ്റിവെച്ചു. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും LDF സ്ഥാനാർത്ഥിയാരെന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഉപതെരഞ്ഞെടുപ്പിനുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയെന്നും ജയിക്കേണ്ടത് അനിവാര്യമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാൻഡിഡേറ്റിന് ഒരു ക്ഷാമമില്ല. അനിവാര്യമായിട്ട് ജയിക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം. ജയിക്കും. PV അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് CPI നേതാവും MPയുമായ PP സുനീർ 24നോട്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി നൽകണമെന്നാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. PV അൻവറിന്റെ പിന്തുണ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം. ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. അതേസമയം നാളെ നിലമ്പൂരിൽ നടത്താനിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അടിയന്തര യോഗം മാറ്റിവെച്ചു. 9 വർഷം PV അൻവറിന്റെ MLA ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസാക്കി മാറ്റി. 24 മലപ്പുറം.